ഭക്തലക്ഷങ്ങൾക്ക് മകരവിളക്ക് തൊഴുത് സായുജ്യമടയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ശബരിമലയും പരിസരവും ഭക്തിസാന്ദ്രമായി. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെയായി ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത്. എന്തൊക്കെയാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? എപ്പോഴത്തേക്കാണ് ഇതിനു മുൻപുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കുക? കമലേഷ്, ശബരിമല സന്നിധാനം പൂർണ്ണമായും ഭക്തിസാന്ദ്രമായിരിക്കുന്ന ഒരു അന്തരീക്ഷം. അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരും അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അയ്യപ്പ ഭക്തരും ചേർന്നാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയെ എതിരേൽക്കുന്നത്. അതിന് എതിരേൽക്കാൻ പോകുന്ന സംഘം ശബരിമല സന്നിധാനത്തു നിന്നും പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോകുന്ന ആളുകൾക്ക് ഹാരമണിയിച്ചാണ് അങ്ങോട്ടേക്ക് യാത്രയാക്കുന്നത്. ഇവരുടെ മുന്നിൽ വാദ്യമേളങ്ങളും എല്ലാമായിട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ശബരിമല സന്നിധാനത്ത് നിന്നും ശരംകുത്തിയിലേക്ക് പുറപ്പെടും. നേരത്തെ തന്നെ ആദ്യം സ്വീകരിക്കാൻ പോകുന്ന സംഘം പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. അത് അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരാണ്. ഇവരാണ് കർപ്പൂര ദീപം തെളിച്ച് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മുൻപേ വരിക. അല്പസമയം മുമ്പാണ് തിരുവാഭരണ ഘോഷയാത്ര മരക്കൂട്ടത്തു നിന്നും ശരംകുത്തിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. അതുപോലെ ശബരിമല സന്നിധാനവും പരിസരവും എല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്ത് ദർശനത്തിനെത്തിയ തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനവും സന്നിധാനം വിട്ട് പോയിട്ടില്ല. മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ പർമ്മശാലകളൊക്കെ കെട്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ പമ്പയിലും ഇത്തരത്തിൽ മകരവിളക്ക് കാണുവാൻ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് പമ്പയിൽ മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള അവസരമില്ലായിരുന്നു. കാരണം മുൻപ് അപകടമുണ്ടായ സാഹചര്യത്തിലും പിന്നെ പ്രളയമുണ്ടായ സാഹചര്യത്തിലൊക്കെ തീരമിടിഞ്ഞിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് തീർത്ഥാടകർക്ക് പമ്പയിൽ ഇരുന്ന് മകരവിളക്ക് കാണുവാൻ അവസരമില്ലായിരുന്നു. ഇത്തവണ മകരവിളക്ക് കാണുന്നതിന് ഹിൽ ടോപ്പിലും അവസരമൊരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ പുല്ലുമേടാണ് മറ്റൊരു പ്രധാന സ്ഥലം മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള. ഇവിടെയും തീർത്ഥാടകരെ ഉച്ചയോട് തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അവിടെയും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ശബരിമലയും പ്രാന്തപ്രദേശങ്ങളിലുമായി എവിടെയെല്ലാം മകരവിളക്ക് കാണുവാൻ കഴിയുമോ ആ സ്ഥലങ്ങളെല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം യാതൊരു കാരണവശാലും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല എന്ന് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ കാര്യത്തിലും അതുപോലെ തീർത്ഥാടകരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. എന്നാൽ ആ തീരുമാനം വളരെ നേരത്തെ തന്നെ എടുക്കേണ്ടി വന്നു. എരുമേലിയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത് ചെറിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. എരുമേലിയിൽ നിന്നും പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വരുന്ന വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വരുന്ന വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ ശബരിമല സന്നിധാനത്തെ പൂജകൾ പൂർത്തിയായി നടയടച്ചു. അല്പം മുമ്പ് 5 മണിക്കാണ് നട തുറന്നത്. ഇനി ആചാരപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നട തുറന്നിരിക്കുന്നത്. ഏകദേശം 6 മണി കഴിയുന്നതോടെ തിരുവാഭരണത്തെ ഇവിടെ നിന്ന് പോകുന്ന ദേവസ്വം ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥ സംഘം സ്വീകരിച്ച് കർപ്പൂരാഴിയുടെയും അതുപോലെ തന്നെ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് ആനയിച്ചു കൊണ്ടുവരും. 3 പേടകങ്ങളാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും 2 ദിവസം മുമ്പ് ശബരിമല സന്നിധാനത്തേക്ക് ഘോഷയാത്രയായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. 1-ാം പേടകത്തിലാണ് മകരവിളക്ക് ദിവസത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ ഉള്ളത്. തനിത്തങ്കത്തിൽ തീർത്തതും വജ്രവും അതുപോലെ ഇന്ദ്രനീലക്കല്ലുകളും ഒക്കെ അടങ്ങിയ ആഭരണങ്ങളാണ് അതിനകത്തുള്ളത്. ഈ 1-ാം പേടകമായിരിക്കും നടപ്പന്തലും കടന്ന് 18-ാം വരെ കടന്ന് നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി അതിനുള്ളിൽ നിന്നാണ് ആഭരണങ്ങൾ എടുത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. ഈ ആഭരണങ്ങൾ ചാർത്തിയുള്ള
ദീപാരാധനയ്ക്കൊടുവിലാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. അത്തരത്തിൽ ഈ മകരവിളക്ക് ദർശനം അത് കണ്ടുള്ള സായുജ്യം അടയാനുമൊക്കെയാണ് തീർത്ഥാടകർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ മകരവിളക്ക് കഴിഞ്ഞ ഉടൻ തന്നെ സംക്രമ പൂജയോ സംക്രമ അഭിഷേകമോ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. എന്നാൽ ഇത്തവണ സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന ആ സമയം രാത്രി 8:30-നും 9-നും ഇടയ്ക്കാണ്. 8:30-നും 9-നും ഇടയ്ക്ക്, അതായത് 8:45 ആ രാശിയിലാണ്. ഈ സമയത്താണ് സംക്രമ അഭിഷേകം നടക്കുക. സംക്രമാഭിഷേകം ശബരിമല സന്നിധാനത്തെ മറ്റു പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. സംക്രമാഭിഷേകത്തിന് ആവശ്യമായ നെയ്യ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി ശബരിമല സന്നിധാനത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതായിരുന്നു. ആ പ്രത്യേക ദൂതൻ വഴിയാണ് അത്തരത്തിൽ നെയ്ത്തങ്ങിക്ക് അത്തരത്തിൽ നെയ്യ് ശ്രീകോവിലേക്ക് എത്തിക്കുന്നത്. ഇതും ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. എന്നാൽ തന്നെയും ഇന്ന് സംക്രമാഭിഷേകം കഴിഞ്ഞ് രാത്രി 11:30 മണി വരെ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമി വിഗ്രഹം കാണുന്നതിന് തീർത്ഥാടകർക്ക് അവസരമുണ്ടാകും. നാളെ രാവിലെ 4 മണിക്ക് നട തുറന്നതിന് ശേഷമായിരിക്കും തീർത്ഥാടകരെ വീണ്ടും പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുക. അത്തരത്തിലുള്ള തീർത്ഥാടകർക്കുള്ള നിയന്ത്രണം തുടരുകയും ചെയ്യും. കമലേഷ്. ബിനോയ്, ഈ 2 ലക്ഷത്തോളം തീർത്ഥാടകർ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഈ മകരജ്യോതി തെളിയുന്നത് കാണുന്നത് ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തും, തമ്പടിക്കും എന്നുള്ള നിലയിലുള്ള ഒരു കണക്കുകൂട്ടലാണുള്ളത്. നേരത്തെ പുല്ലുമേട് അടക്കമുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് തിരിച്ചു പോകുന്നതിനുള്ള വാഹന സൗകര്യം അടക്കം 1000-ഓളം KSRTC ബസ്സുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് നിലയിലാണുള്ളത്? കമലേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് തെറ്റിച്ചുള്ള തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്തേക്കും അതുപോലെ തന്നെ മകരവിളക്ക് കാണുവാൻ കഴിയുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സുരക്ഷാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മറ്റു റവന്യൂ ഉദ്യോഗസ്ഥരെയും ഒക്കെ അല്പം ഒന്ന് കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ തീർത്ഥാടകർ ഇത്ര നേരത്തെ തന്നെ സന്നിധാനത്ത് തങ്ങുന്ന പതിവില്ല. ഇത് ജനുവരി 10-ാം തീയതി മുതൽ തന്നെ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തി ചെറിയ ചെറിയ പർണശാലകൾ തീർത്ത് മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങും. അതായത് നേരത്തെ ഒരു തീരുമാനമുണ്ടായിരുന്നു, ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകരുടെ എണ്ണം 90,000-ആയി നിയന്ത്രിക്കണമെന്നും സ്പോട്ട് ബുക്കിംഗ് ആക്കണമെന്നും. എന്നാൽ 1,00,000 പേര് വരെ എല്ലാ ദിവസവും എത്തിയിരുന്നുവെങ്കിലും ഈ വന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും ശബരിമല സന്നിധാനത്തെ പല സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ പർണശാലകൾ തീർത്ത് തങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ മാത്രം നല്ല തിരക്കുണ്ട്. ഇനി ഇവിടുത്തെ കാര്യം മാത്രമല്ല, ശബരിമല വിട്ടു കഴിഞ്ഞാൽ പിന്നീട് തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ തങ്ങുന്ന മേഖല പമ്പയാണ്. പമ്പയും നിലയ്ക്കലിലുമെല്ലാം തന്നെ മകരവിളക്ക് കാണുവാൻ കഴിയും. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ശബരിമലയിൽ നിന്നും നമ്മൾ പമ്പയിലേക്ക് പോകുന്ന വഴിക്ക് അപ്പാച്ചിമേട്ടിലും നീലിമലയിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ മകരവിളക്ക് കാണാൻ സ്ഥലവും അതുപോലെ വ്യൂ പോയിന്റുകൾ അല്ലെങ്കിൽ ഇത് കാണാനുള്ള സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തീർത്ഥാടകരെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്വയം നിയന്ത്രിച്ച് തീർത്ഥാടകർ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ പോലീസും പറയുന്നുണ്ട്. എന്തായാലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മാത്രമല്ല, കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളായ CISF ഉണ്ട്, ദുരന്ത നിവാരണ സേനാംഗങ്ങളുണ്ട്. അങ്ങനെ വലിയ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്തും പമ്പയിലും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഇനി മറ്റൊരു പ്രത്യേകതയുള്ള തീർത്ഥാടകർ പെട്ടെന്നായിരിക്കും മലയിറങ്ങുക. അതായത് ഇത്തവണ ഉള്ള ഒരു മറ്റൊരു പ്രത്യേകത, മകരസംക്രമ പൂജ കഴിഞ്ഞ ഉടൻ തന്നെ പരമാവധി ആളുകളും താഴേക്ക് ഇറങ്ങും. കാരണം പിന്നീട് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല. തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനം നേരത്തെ തന്നെ സന്നിധാനത്ത് വന്ന് തമ്പടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് ദർശനം കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം തീർത്ഥാടകരും നേരെ പമ്പയിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയാണ് വളരെയധികം സൂക്ഷ്മതയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നത്. കാരണം മലയിറക്കം വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കും. പലപ്പോഴും മകരവിളക്ക് ദർശനം കഴിഞ്ഞ് പോകുന്ന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെടാറുള്ളത്. അത്തരത്തിലായിരുന്നു പുല്ലുമേട് ദുരന്തവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ തിരിച്ച് മലയിറക്കം വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കം. അതുപോലെ തന്നെ പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് നിലയ്ക്കലിലേക്കും നേരത്തെ അത്തരമൊരു ദുരന്തം നമുക്ക് മുന്നിൽ ഉള്ളതുകൊണ്ടുകൂടി വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും മറ്റ് പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ അടക്കം ഭക്തർക്ക് എത്തി മകരവിളക്ക് കാണാൻ ഉള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്. മകരവിളക്ക് തൊഴുത് സായുജ്യമടയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ശബരിമലയും പരിസരവും പൂർണ്ണമായും ഭക്തിസാന്ദ്രമാകുന്ന സാഹചര്യം. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവം